ഇന്ദ്രേട്ടാ, ഇന്ദ്രേട്ടാ, ഇങ്ങനെ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കല്ലേ? ഇന്ദ്രേട്ടാ, ഒരു കാര്യം തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന കൂടുതൽ വിഷമിക്കാനുള്ള സംഭവങ്ങള് മനസ്സിലുണ്ടായിക്കൊണ്ടേയിരിക്കും. നമ്മളെ എല്ലാവരെയും ടെൻഷനാക്കാൻ വേണ്ടി അമ്മ എന്തൊക്കെയോ പറഞ്ഞെന്ന് കരുതി ഇന്ദ്രേട്ടൻ ഇങ്ങനെ വിഷമിക്കാൻ തുടങ്ങിയ എന്ത് ചെയ്യും? എത്രയൊക്കെയായാലും ഞാൻ അമ്മയുടെ മോനല്ലേ. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും എന്നെ തള്ളി പറയാൻ മാത്രം അമ്മയോട് എന്ത് തെറ്റാ ഞാൻ ചെയ്തേ? ഇന്ദ്രേട്ടാ, അമ്മയുടെ സ്വഭാവം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ആരുടെ മുന്നിലും തോൽക്കാൻ അമ്മയ്ക്ക് പറ്റില്ല. പിന്നെ ഇപ്പൊ ഇവിടെ പിടിച്ചു നിൽക്കാൻ അമ്മയുടെ മുന്നിൽ ഒരു വഴിയും ഇല്ല. ഇവിടെ എല്ലാവരും അമ്മയ്ക്കെതിരെ തിരിഞ്ഞ അവസ്ഥയാണ്. അതിനൊരു മാറ്റം ഉണ്ടാവാൻ വേണ്ടി അമ്മ വെറുതെ പറഞ്ഞതാ. അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം പറഞ്ഞു തീർന്നു പോകുന്നതാണോ അമ്മയും മകനും തമ്മിലുള്ള ബന്ധം? എന്താ അനുവൃത്തി? കണ്ടില്ലേ, ഇന്ദ്രേട്ടൻ അമ്മ പറഞ്ഞോർത്ത് ഇപ്പോഴും വിഷമത്തില. നമ്മൾ ഇനി എത്രയൊക്കെ പറഞ്ഞാലും അമ്മ തന്നെ ഇന്ദ്രേട്ടനോട് വെറുതെ പറഞ്ഞതാണെന്ന് നേരിട്ട് പറയാതെ ഇന്ദ്രേട്ടന്റെ സങ്കടം എന്തായാലും മാറില്ല. ഇവിടെ എല്ലാവരും ഒന്നായെന്ന് അമ്മയ്ക്ക് ഉറപ്പായി. നമ്മളാണെങ്കിൽ അമ്മയെ പുറത്തിറങ്ങാൻ പോലും സമ്മതിക്കാതെ ലോക്ക് ചെയ്തിട്ട അവസ്ഥയിലുമായിരുന്നു. ഇത്രയും നാളും എല്ലാവരെയും ഭരിച്ച് എല്ലാ കാര്യങ്ങളിലും ഒറ്റയ്ക്ക് തീരുമാനങ്ങളെടുത്ത് ജീവിച്ച ഒരാൾക്ക് ഇതുപോലുള്ളൊരു അവസ്ഥ മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ പാടാ. അപ്പോ ആ വാശിക്ക് എല്ലാവരെയും ഒന്ന് ഞെട്ടിച്ച് ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന രീതിയിൽ ഒരു ടെൻഷൻ ഉണ്ടാക്കാൻ വേണ്ടി അമ്മ പറഞ്ഞതാണെന്നുള്ള കാര്യം ഉറപ്പാ. അതെ, ഇന്ദ്രേട്ടനിത് മനസ്സിൽ നിന്ന് കളയാൻ തയ്യാറായ ഈ പ്രശ്നം ഇവിടെ തീരും. അമ്മയുടെ പ്ലാനിങ് പൊളിയുകയും ചെയ്യും. അമ്മ എന്തെങ്കിലും പറഞ്ഞാൽ അതിലേറ്റവും കൂടുതൽ വിഷമിക്കുന്നത് ഇന്ദ്രേട്ടനായിരിക്കും എന്ന് അമ്മയ്ക്ക് അറിയാം. അതാണ് ഇന്ദ്രേട്ടനെ കുറിച്ച് തന്നെ ഇങ്ങനെ പറഞ്ഞത്. ഇതിപ്പോ കൊച്ചുകുട്ടികളെ കളിപ്പിക്കാൻ നമ്മൾ പറയില്ലേ, നീ ഈ വീട്ടിലെ അല്ല, നിന്നെ പുഴയിൽ ഒഴുകി വന്ന് കിട്ടിയതാ, നിന്നെ കാക്ക കൊത്തിക്കൊണ്ടൊന്ന് മിറ്റത്തിട്ടതാ, വാഴക്കൂമ്പ് പോലെ കിളിർത്തു വന്നതാണെന്നൊക്കെ. അങ്ങനെ പറയും പോലെ ആയിപ്പോയി. കേൾക്കുന്നവർക്ക് ഇതൊക്കെ ഒരു തമാശ. പക്ഷെ അനുഭവിക്കുന്നവരുടെ വേദന എത്രയാണെന്ന് ആർക്കും മനസ്സിലാവില്ല. ഇന്ദ്രേട്ടാ, ഇതൊന്നും സത്യമല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. പിന്നെ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? ഏട്ടൻ അമ്മയുടെ മോനല്ലാന്ന് അമ്മ പറഞ്ഞ ഞങ്ങളും അമ്മയുടെ മക്കളല്ലെന്ന് ഞങ്ങളും പറയും. അതോടെ അമ്മയുടെ പ്രശ്നം തീരും. അതെ, അത്രേ ഉള്ളൂ കാര്യം. അങ്ങനെയല്ല. സത്യന്റെയും സോനയുടെ കാര്യത്തില് ഞാൻ സാക്ഷിയാ. ഇവരെയൊക്കെ അമ്മ പ്രസവിക്കുന്നതും വളർത്തുന്നതും ഞാൻ കണ്ടതാ. പക്ഷേ എന്റെ കാര്യത്തില് അങ്ങനെ ഒരു സാക്ഷിയില്ല. അതെങ്ങനെ സാക്ഷിയില്ലാതെ വരും? നമ്മൾ ആരും ഇല്ലാത്തവരൊന്നും അല്ലല്ലോ. നമ്മുടെയൊക്കെ ബന്ധുക്കളില്ലേ, അമ്മയുടെ പ്രായത്തിലുള്ള ആളുകൾ ഇപ്പോഴും ഉണ്ട്. അവരൊക്കെ സാക്ഷികളായിരിക്കുമല്ലോ. അതെ, എന്റെ അച്ഛനും ഇവിടുത്തെ അമ്മയൊക്കെ കൂട്ടുകാരെ പോലെ ആയിരുന്നു എന്ന് അച്ഛൻ പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോ സുധനങ്ങളിൽ അറിയായിരിക്കുമല്ലോ. സത്യത്തിൽ അങ്ങനെ ഒരു ഏറ്റുപറച്ചിലിന്റെയോ ഉറപ്പുവരുത്തലിന്റെയോ ആവശ്യമൊന്നും ഇല്ല. എന്നാലും ഇന്ദ്രേട്ടന് സമാധാനം കിട്ടാൻ ഒരു സാക്ഷിയെ വേണമെങ്കിൽ നമുക്ക് ആരോടെങ്കിലും ചോദിക്കാം. അത് വേണം സത്യ. അമ്മ ഇനി ഒരിക്കലും തമാശയ്ക്ക് പോലും ഇങ്ങനെ പറയാൻ പാടില്ല. അതുകൊണ്ട് എനിക്കിതിനൊരു ഉറപ്പ് കിട്ടണം. അല്ലെങ്കിൽ മരണം വരെ എനിക്ക് സമാധാനം ഉണ്ടാവില്ല.
ഇല്ലമ്മോ, ഞാൻ ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ. ആ, അമ്മാവനും ബെഞ്ചാടിയും ബസ് സ്റ്റോപ്പിലെത്തുന്ന ടൈം പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരാം. ആണോ? ആ, എന്നാ പിന്നെ അമ്മാവൻ ഫ്രീ ആകുമ്പോൾ വിളിക്കേ, നമുക്ക് കാണാം. ആ ശരി, ആയിക്കോട്ടെ. ദാ മോനെ ചായ. അമ്മാവനെ വിളിച്ചത് മഞ്ചാടി കോളേജിലാക്കിയിട്ട് അമ്മാവൻ ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നേക്കും. അപ്പോ മഞ്ചാടി ഇന്നു മുതൽ ഇവിടെ കാണുമോ? ആ, 2 ദിവസം കാണും. അത് കഴിഞ്ഞ് അവർക്ക് സ്റ്റഡി ടൂറാ. കുറച്ച് ദിവസം കഴിഞ്ഞ് തിരിച്ചു വരും. മാഷ് വന്നിട്ട് ഇന്ദ്രനെ പോയി കാണുമായിരിക്കുമല്ലേ? ഇന്ദ്രനെ കണ്ടിട്ട് അമ്മാവൻ അവനോട് എന്ത് പറയാനാ? അവിടുത്തെ സ്ഥിതി എന്താണെന്ന് അറിയാൻ കൂടിയാ അമ്മാവനിപ്പോ വരുന്നത്. മിക്കവാറും അമ്മാവൻ ഇന്ദ്രന് പകരം അനുവിനായിരിക്കും കാണുന്നത്. അങ്ങനെയാണെങ്കിൽ മാഷ് ഇവിടെ വന്നതിന് ശേഷം അനുമോളെ ഇങ്ങോട്ട് വിളിപ്പിച്ചാ പോരെ? ഹാ, എനിക്കും സുശീലയുടെ തീരുമാനം എന്താണെന്ന് അറിയാഞ്ഞിട്ട് മനസ്സിന് വല്ലാത്തൊരാദിയ. അവരിനി എന്ത് തീരുമാനം എടുക്കാനാ ഭാനുവമ്മ? ഇന്ദ്രൻ സ്വന്തം മകനല്ലെന്ന് പറഞ്ഞത് അവരിനി മാറ്റി പറയാൻ തയ്യാറാവൂ? ആ, തയ്യാറായില്ലെങ്കിൽ അവൾക്ക് തന്നെയാ എന്റെ നഷ്ടം. ഇതുവരെ ഇന്ദ്രന്റെ തണലിൽ ജീവിച്ചിട്ട് സുശീല പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞാ അവക്ക് ഭ്രാന്താണെന്നല്ലേ എല്ലാരും കരുതും. അപ്പൊ ഈ സുശീലാന്റി പറഞ്ഞത് കള്ളം തന്നെയാണെന്നാണോ ഭാനുമ്മയുടെ വിശ്വാസം? അല്ലാതെ പിന്നെ ആ, ഞാൻ അവളെ എത്ര കാലമായിട്ട് കാണുന്ന മക്കളെ. ഇന്ദ്രനും സത്യനും സോനയും അവളുടെ മക്കള് തന്നെയാ. ഭാനുമേ, ഇന്ദ്രൻ ജനിക്കുന്നതിന് മുമ്പേ ഭാനുമയ്ക്ക് സുശീലാന്റി അറിയാമായിരുന്നോ? അറിയില്ല. ഞാൻ സുശീലയെ കാണുമ്പോ അവൾക്ക് 3 മക്കളും ഉണ്ടായിരുന്നു. സത്യനും സോനയും തീരെ ചെറുപ്പമായിരുന്നപ്പോഴാ സുശീല ഈ നാട്ടിലേക്ക് വരുന്നത്. സുശീല വീട്ടുജോലിക്ക് പോകുമ്പോ ഇന്ദ്രനാ കൂടപ്പറപ്പുകളെ നോക്കിയിരുന്നത്. അല്ല, അതുകൊണ്ടിപ്പം ഇന്ദ്രൻ സുശീലാന്റി പ്രസവിച്ച മകൻ തന്നെ ആവണമെന്നില്ലല്ലോ ഭാനുമ്മ. അവരെ നൊന്ന് പ്രസവിച്ച മകനാണെങ്കിൽ ഇന്ദ്രന്റെ പെറ്റമ്മ താനല്ലെന്ന് അവര് പബ്ലിക്കായിട്ട് പറയൂ ഭാനുമ്മ. സ്വന്തം മകനെ കുറിച്ച് അങ്ങനെ പറഞ്ഞാലും നാളെ അത് തിരുത്തി പറയാൻ രഘു. സുശീലയുടെ സ്വഭാവം വെച്ച് അവൾ അതും അതിലപ്പുറവും പറയുമെന്ന് നമുക്കൊക്കെ അറിയാവുന്നതല്ലേ. പക്ഷേ ഇന്ദിര സുശീല പ്രസവിച്ച മകനല്ലെങ്കിൽ അവൾ ആ സത്യം വിളിച്ചു പറയൂന്ന് നിനക്ക് തോന്നുന്നുണ്ടോ?